ഇന്നൊരു യാത്രാവിശേഷമാണ്. ഭയങ്കര ഫേമസ് ആയ ഒരു സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോണത്. കേരള പഴനിയിലേക്കാണ് കേട്ടോ പോണത്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. എന്നിട്ട് ഇതുവരെയ്ക്ക് പോയിട്ടില്ല. പല വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ വീഡിയോ കണ്ട് ഭയങ്കര ഫേമസായി. തമിഴ്നാട്ടിൽ നിന്നൊക്കെ അവിടെ ആൾക്കാർ അധികം വരണത്. ഞങ്ങൾ ചെന്നൊന്നും ഒരു വണ്ടി തമിഴന്മാരുണ്ടായിരുന്നു. പിന്നെ ഞാനിപ്പോൾ ഈ ചാനലെടുത്ത് നോക്കിയപ്പോഴേ ഞാൻ അധികം അമ്പലങ്ങളിലേക്ക് പോയിട്ടുള്ള വീഡിയോ ആണ് ഇട്ടോക്കണത്. അതൊക്കെ ഇങ്ങനെ ഒരു യാദൃശ്ചികമായിട്ട് വരണ സംഭവങ്ങളാണ്. ഫസ്റ്റ് വീഡിയോ വടക്കുന്നാഥനിലേക്ക് പോയതാണ് ഇട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ നിന്ന് ഞാൻ നോക്കുമ്പോൾ വേറൊരു സ്ഥലത്തേക്ക് പോണൊരു വീഡിയോ പോയിട്ടുമില്ല, എടുത്തിട്ടുമില്ല. പക്ഷെ അമ്പലങ്ങളിലേക്കുള്ള പോക്ക് മുടങ്ങാണ്ട് വരുന്നുണ്ട്. അപ്പം ഞാൻ രേഷൻ്റെ അടുത്ത് പറഞ്ഞു, ഫുള്ള് നമ്മളൊരു തീർത്ഥാടനം പോലെയാണ് ഇപ്പോൾ ഇത് പോയിക്കൊണ്ടിരിക്കണത്. വേറെ എവിടേക്കെങ്കിലുമൊക്കെ ഒന്ന് പോകണം. ഇപ്പോഴാണ് കേട്ടോ ഞങ്ങൾക്ക് അങ്ങനെ പുറത്തേക്കൊന്നും അങ്ങനെ അധികം പോക്ക് കുറഞ്ഞത്. ഈ പണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിള്ളേരെന്നെ സ്കൂളിലാക്കി കഴിഞ്ഞാൽ അവരൊപ്പം തന്നെ ഞങ്ങളും ഇറങ്ങും. പിന്നെ അവർ വരുന്ന ഒരു സമയത്തേക്ക് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ കയറുള്ളൂ. ഇനി രജനീഷേട്ടൻ്റെ പണിക്കനുസരിച്ചിട്ടാണ് ഇനി പറ്റുള്ളൂ. ഞായറാഴ്ചയൊക്കെ ഒഴിവ് ഉണ്ടാവുള്ളൂ. ആദ്യം അങ്ങനെയല്ല, ആദ്യം കുറച്ച് ഫ്രീ ഒക്കെ ആയിരുന്നു. ഇപ്പം അത്ര ഫ്രീ അല്ല. അത് കാരണം ആളെ കിട്ടലും കുറവാണ്. അപ്പോൾ ഇതാ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തി. പല തവണ ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഞങ്ങൾ പോയിട്ടുണ്ട്. അപ്പോഴൊന്നും കയറി തൊഴാൻ പറ്റിയിട്ടുള്ള സമയമല്ലായിരുന്നു. രാത്രിയൊക്കെയാണ് പോയി നോക്കണത്. അപ്പോൾ അതേനോ ഞങ്ങളിപ്പോൾ ഇവിടെ എത്തി. ഇതൊരു ഗണപതിയുടെ ഒരു അമ്പലം. ഇവിടെ തൊഴുതിട്ട് വേണം മുകളിൽ പോയി തൊഴാനായി. അപ്പം ഞങ്ങൾ അവിടെ തൊഴുതു. അത് കഴിഞ്ഞ് ഈ സ്റ്റെപ്പ് ഒന്ന് കണ്ടപ്പോൾ സ്റ്റെപ്പ് വഴി കയറണോ അതോ വണ്ടിയിൽ പോയാൽ മതിയോ എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, നമുക്ക് എന്തായാലും സ്റ്റെപ്പ് വഴി തന്നെ കയറാം. പഴനിയിലൊക്കെ ഞങ്ങൾ പോകുമ്പോൾ സ്റ്റെപ്പ് വഴിയല്ല കേട്ടോ, ആനത്താര ഇല്ലേ ആ സൈഡിൽ കൂടെയാണ് കയറുക. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് അത്ര വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. കുത്തനെ ഒരു കയറ്റമായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. കയറുമ്പോഴെനിക്ക് അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. എത്താറായപ്പോഴാണ് ഇച്ചിരി കിതപ്പൊക്കെ വന്നത്. ഇപ്പം എൻ്റെ മുഖത്ത് അങ്ങനെ വലിയ ക്ഷീണമൊന്നും ഇല്ല കേട്ടോ, സുഖമായിട്ട് കയറാം. ആൾക്കാരും ഉണ്ടായിരുന്നില്ല. ഒരു തമിഴ്നാട്ടിൽ നിന്നൊരു വണ്ടി, ഒരു ട്രാവലർ, അവർ ഞങ്ങൾ മുകളിലേക്ക് കയറുമ്പോൾ അവർ പോവാനാണ് നിൽക്കണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പം ഞാനൊന്ന് ഒത്തിരി ക്ഷീണിച്ചിട്ടുണ്ട്. ഇത് ഏകദേശം എത്താറായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇച്ചിരി ക്ഷീണം കിതപ്പൊക്കെ തോന്നി. കണ്ട ഇനി അധികമൊന്നുമില്ല. ഇവിടം വരയ്ക്ക് ഞാൻ ഓടി കയറിയിട്ടാണ്. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഹെൽത്തിനൊന്നും വലിയ കുഴപ്പമൊന്നും ഇല്ലല്ലോ. 2 സ്റ്റെപ്പ് വയ്ക്കുമ്പോഴേക്കും കിതക്കുകയോ അങ്ങനെയുള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു സമാധാനം കിട്ടി. വലിയ അനക്കേടൊന്നും ഇല്ല എന്നുള്ളത്. ഈ വഴിയാണ് കേട്ടോ വണ്ടികൾ കയറി വരാം. ഇവിടെ വണ്ടി പാർക്ക് ചെയ്ത് നമുക്ക് പിന്നെ അധികമൊന്നും ഇല്ല കേട്ടോ കയറാനായിട്ട്. ആ ഒരു വലിയ മതിൽ കാണുന്ന കണ്ടിൽ ആ ഒരു ഹൈറ്റിലുള്ളൊരു സ്റ്റെപ്പ് തന്നെ ഉള്ളൂ. പിന്നെ നേരെ ഓപ്പോസിറ്റ് മുടി എടുക്കണ സ്ഥലം. പിന്നെ ഇവിടെ അന്നദാനമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഞാനങ്ങനെ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട്. ഫുഡ് ഡെയിലി ഉണ്ടോ അതിനെ പറ്റിയിട്ടൊന്നും എനിക്ക് കൃത്യമായ ഒരു കാര്യം അറിയില്ല. ഞാൻ അവിടെ ചോദിച്ചില്ല. നമ്മൾ ജസ്റ്റ് തൊഴുത് ഇറങ്ങി. മുകളിലേക്ക് എത്തിയപ്പോൾ തന്നെ ഭയങ്കര കാറ്റായിരുന്നു. അതിങ്ങനെ നമ്മൾ താഴേന്ന് ഇങ്ങനെ കയറും തോറും കാറ്റിങ്ങനെ അടിച്ചുകൊണ്ട് തന്നെയാണ് സ്റ്റെപ്പ് കയറേണ്ടത്. ടോപ്പിക്ക് എത്തിയപ്പോഴും അത് നല്ല കാറ്റും പിന്നെ ഇങ്ങനെ കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗിയും. ഉച്ചതിരിഞ്ഞിട്ടാണ് ഞങ്ങൾ പോയത്. അപ്പോൾ പിന്നെ പറയും വേണ്ടല്ലോ. ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല കേട്ടോ അമ്പലത്തിൽ. നമുക്ക് സമാധാനമായി പ്രാർത്ഥിക്കാനും പിന്നെ ഭയങ്കര ശാന്തസുന്ദരമായ സ്ഥലമല്ലേ ആണല്ലോ അമ്പലം എന്ന് പറയണത്. പിന്നെ തിരക്ക് വരുമ്പോഴാണ് നമുക്ക് സമാധാനത്തിൽ തൊഴാൻ പറ്റാത്തത്. പിന്നെ നമ്മൾ ഇത്രയും ഹൈറ്റിൽ നിൽക്കുമ്പോൾ എല്ലാം കൊണ്ടൊരു പ്രത്യേക ഒരു ഫീലിലാണ് നടക്കണ്ടായിരുന്നത്. അപ്പം അമ്പലത്തിൽ ഇഷ്ടംപോലെ പണികൾ നടക്കുന്നുണ്ട്. അകത്തും പുറത്തൊക്കെ ആയിട്ട് വേണ്ട പണികൾ നടക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളെല്ലാവരും ഇവിടെ മുരുകൻ ഭക്തരാണ്. അപ്പോൾ ഞങ്ങൾ വർഷത്തിലൊരിക്കൽ പഴനിയിലേക്ക് പോവുക, അങ്ങനെയുള്ള നല്ല നല്ല ശീലങ്ങൾ ഞങ്ങൾക്ക് ഉണ്ട്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് പോയിട്ട് ഇനി വൈകാണ്ട് അങ്ങോട്ട് എത്തിക്കാനായിട്ട് ഇവിടെയുള്ള മുരുകൻ്റെ അടുത്തൊന്ന്
പ്രാർത്ഥിച്ച് ഞങ്ങൾ ഇറങ്ങി. ഇറക്കം പിന്നെ ഓടി ഓടി ഇറങ്ങി. വേറെ ബുദ്ധിമുട്ട് ഇറങ്ങുമ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇച്ചിരി പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെ എത്ര സുന്ദരമായിട്ട് അവർ അത് കയറണത് അതൊക്കെ കാണുമ്പോൾ നമ്മളൊക്കെ എന്താ ആൾക്കാർ ഒന്ന് കയറുമ്പോഴേക്കും കിതയ്ക്കുക, അങ്ങനെ ഒരു നാണക്കേടൊക്കെ തോന്നും. അങ്ങനെ ഞങ്ങളിപ്പോൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. പാർക്കിൻ്റെ അതിലാണ് പോയത്, പുത്തൂരിലല്ല പാർക്കുള്ളത്. അപ്പം അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോയത്. അമ്പലം പാർക്കായിട്ട് നല്ല അടുത്തടുത്തായിട്ടാ, കുറച്ച് വ്യത്യാസമേ ഉള്ളൂ. ഞാനത് ആദ്യമായിട്ട് അറിയണത്. ഞങ്ങൾ ഇവിടേക്ക് വന്നിട്ടില്ല കേട്ടോ, ഈ പാർക്ക് കാണാനായിട്ട് ഞങ്ങളാരും വന്നിട്ടില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് അധികം മൃഗങ്ങളില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അത് കാരണം വലിയ താല്പര്യമില്ല. കുറേ നടക്കാനും ഉണ്ട്, മൃഗങ്ങളെയും കാണാനില്ലെങ്കിൽ വലിയ സുഖമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ കുറച്ചും കൂടിയും കഴിയട്ടെ. അപ്പോൾ ശരിക്കും അവിടെയുള്ള മരങ്ങളൊക്കെ ഒന്ന് വളർന്നൊരു കാട് സെറ്റപ്പ് ആവും. ഇപ്പം തന്നെ ഉണ്ട് കേട്ടോ നല്ലൊരു കാടിൻ്റെ ഒരു ഫീല്. അതിൻ്റെ അകത്ത് വെച്ചിട്ടുള്ള കുറേ മരങ്ങളുണ്ടല്ലോ, അതും കൂടി വളർന്ന കുറച്ചും കൂടി നല്ല രസമുണ്ട് ഉണ്ടാവും. പിന്നെ ഇവിടെ എത്തിയപ്പോൾ ഒരു ആനവണ്ടി, ആനനെ കൊണ്ടുപോകണ വണ്ടിയാന്ന് തോന്നുന്നു, അതുപോലൊരു വണ്ടിയൊക്കെ കണ്ടു. വണ്ടിയുടെ അടുത്തൊരു ചേട്ടൻ ഇരിക്കണ്ടായിരുന്നു കേട്ടോ. ആളെടുത്ത് ചോദിച്ചാലോ എന്നുണ്ടായിരുന്നു. പിന്നെ ചോദിക്കാനും പറയാനും നിന്നില്ല. ചിന്തിക്കുമ്പോഴേക്കും നമ്മുടെ വണ്ടി എത്തേണ്ടോടത്തേക്ക് എത്തി. അങ്ങനെ ഞങ്ങൾ ഈ പ്രകൃതി രമണീയമായ സ്ഥലങ്ങളൊക്കെ കണ്ട് ആസ്വദിച്ച്, നല്ലൊരു കാടിൻ്റെ സെറ്റപ്പ് ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയും നല്ല തണുപ്പൊക്കെ ഉള്ളൊരു സ്ഥലം, നല്ല വഴി, നല്ല സമാധാനമുള്ള ഒരു ഏരിയ. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ തോന്നും, ഓ ഇവിടെ എങ്ങാനും കുറച്ച് സ്ഥലം മേടിച്ച് വീട് വെച്ചെങ്കിൽ ഇങ്ങനെയുള്ളവർക്ക് ജീവിക്കായിരുന്നു. പിന്നെ അതേ ചിന്ത തന്നെ കുറച്ച് കഴിയുമ്പോൾ മാറി ചിന്തിക്കും, ഈശ്വര ഈ കാട്ടുമുക്കിൽ എങ്ങനെ ജീവിക്കുക, എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ. നമ്മളൊന്ന് തൃശ്ശൂർ എന്ന് പറഞ്ഞ് അവസാനിക്കുമ്പോഴേക്കും തൃശ്ശൂരെത്തും. ഇതാവുമ്പോൾ ഒരു 10 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു തൃശ്ശൂർക്ക് ഇവർക്ക്. ഇവിടെയുള്ളവർക്ക് ചിലപ്പോൾ നമ്മുടെ ഏരിയ ഒന്നും ഇഷ്ടപ്പെടില്ല കേട്ടോ. അടുത്തടുത്ത് വീടുകൾ അങ്ങനെയുള്ളത് കാണുമ്പോൾ ഇവർക്ക് ഇഷ്ടപ്പെടില്ല. ഇവർക്ക് എപ്പോഴായാലും ഈ ഒരു ഗ്രാമം, ആ ഒരു സെറ്റപ്പ് ഇഷ്ടപ്പെടുന്നവരാവും. പിന്നെ ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു, അത് കാണാനായിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇവിടെ ഗംഭീര പണി നടക്കണം. അപ്പോൾ ഉള്ള ഭാഗം വീഡിയോ എടുത്ത്, ഇപ്പോൾ മഴ പെയ്ത് നല്ലോണം വെള്ളമൊക്കെ ആയിണ്ടാവുമല്ലോ എന്ന് വെച്ചിട്ട് വന്നതാണ്. അപ്പോൾ ഇവിടുത്തെ പണിയൊക്കെ കഴിയട്ടെ, എന്നിട്ട് വന്ന് വീഡിയോ ഒക്കെ എടുക്കാം. അപ്പോൾ ഇത്രയൊക്കെയുള്ള വിശേഷം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരാം. അതുവരയ്ക്കും ബായ്.